Ladies and gentlemen, this is Adesh and welcome to my comedy. മലയാളത്തിൽ നിന്ന് ഒരു ഹൊറർ സിനിമ ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അരൂപി ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഹൊറർ പടത്തിൽ പ്രേതത്തിന്റെ പണി എന്താണ്? പേടിപ്പിക്കുക, ആൾക്കാരെ കൊല്ലുക. ഇത് നേരെ തിരിച്ചാണ്. ഇത് പ്രലോഭിപ്പിക്കുകയാണ്. ഫീലിങ്സ് മാറാതെ ചത്ത പ്രേതമാണെന്ന് തോന്നുന്നു. മറ്റേ പുഷ്പയിലെ ശ്രീബല്ലിയുടെ പ്രേതം. ഏത് നേരവും ഫീലിങ്സ് ഇങ്ങനെ ഒരു കാമഭ്രാന്തി പ്രേതത്തെ ഞാൻ ഇന്നേ വരെ ഒരു ഹൊറർ പടത്തിലും കണ്ടിട്ടില്ല. ആക്ച്വലി ഇതിനെ ഹൊറർ പടത്തെ വിളിക്കാൻ പാടില്ല. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് പ്രേതത്തിന്റെ ബാക്ക് സ്റ്റോറി പറയാണ്. എന്താണ് കാലൂര അങ്ങനെ ഏതൊരു മനയിലെ പത്മിനി തമ്പുരാട്ടി ഐശ്വര്യ റായി ആണ്. കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടം തോന്നും. അങ്ങനെ കുറെ യൂഷ്വൽ ക്ലീശ പരിപാടിയുണ്ട്. പത്മിനി തമ്പുരാട്ടിക്ക് സൂര്യൻ തമ്പുരാനെ ആയിരുന്നു ഇഷ്ടം. എന്നാൽ ദത്തൻ തമ്പുരാന് പത്മിനി തമ്പുരാട്ടിയെ ഇഷ്ടം. അങ്ങനെ കുറെ ക്ലീശ പരിപാടികളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ കൊച്ചിനെ തട്ടും. ഇത് പ്രേതമായി മാറും. ഇത്രേ ഉള്ളൂ. പഞ്ചലോക വിഗ്രഹത്തില് അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ്. പുറത്ത് വന്ന ലോകത്തിന് നാശം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ പ്രേതം പുറത്ത് വന്നത് പ്രേമിക്കാൻ നിൽക്കുക, ഫീലിങ്സ് മാറ്റാൻ നിൽക്കുക. ഇതെന്തൂട്ട് പ്രേതം? ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നായകന്റെ കുറച്ച് വേട്ടാവളിത്തരം കാണിക്കുന്നുണ്ട്. നായകൻ പിന്നെ മൊണ്ണേഷ് കുമാറിന് ഡബിൾ PhD എടുത്ത നായകനാണ്. റോട്ടിൽ കൂടെ പോണ സകല എണ്ണത്തിന് ഈ സിനിമയിൽ കയറ്റി അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഒന്നോ രണ്ടോ അല്ല, ഈ സിനിമ എടുത്തു നോക്കി ഫുൾ അങ്ങനത്തെ ആൾക്കാരാണ്. എന്നാ അഭിനയിക്കാൻ അറിയണവരെ കയറ്റി അഭിനയിപ്പിക്കുക അതില്ല. എന്തൊക്കെ പൊട്ടത്തരം കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ സിനിമയിൽ നമ്മുടെ നായകന് ഈ ക്യാമുകിയൊക്കെ ഉണ്ട്. രണ്ട് കാര്യം അതിന്ന് വ്യക്തമായി. ഈ ചെറുക്കന്റെ കോമാളിത്തരം കണ്ടിട്ട് ഈ പെണ്ണിന് ഇഷ്ടം തോന്നി എന്താ വെച്ചാൽ പെണ്ണിനെ കണ്ണു കാണില്ല. അല്ലാതെ ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്നവനൊക്കെ എങ്ങനെയുടെ പെണ്ണ് കിട്ടുന്നത്? അല്ലെ, ഇപ്പോഴത്തെ ട്രെൻഡ് പിന്നെ അങ്ങനെയാണല്ലോ. ഒരു സൈഡ് ഇവന്റെ കോമാളിത്തരം, അതിന്റെ ഇടയിൽ കൂടെ പറ്റ ശോകമായിട്ടുള്ള കുറെ പാട്ടുമുണ്ട്. 100 കൊല്ലം 200 കൊല്ലം മുമ്പ് ചത്ത പ്രേതം വരുമ്പോ ഇംഗ്ലീഷ് ട്രാക്ക് കിട്ടും. ഇങ്ങനെ തന്നെ വേണം. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞത് പ്യുവർ മലങ്കൾട്ട് സാധനമാണ്. ചിരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, എസ്പെഷ്യലി ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ്. അത് പറഞ്ഞിട്ട് മറ്റേ യക്ഷി ഞാനും ഒരിക്കലും ഈ സിനിമ യക്ഷി ഞാനുമായിട്ട് കമ്പയർ ചെയ്ത് യക്ഷി ഞാനും കൾട്ട് സാധനമാണ്. കൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. അതിന്റെ പാട്ട് വരെ കിടുവാണ്. ഇങ്ങനെ അപരാധം പണി വെക്കുന്നതിന് പകരം മറ്റേ എന്താണ് പകൽപൂരം റീമേക്ക് ചെയ്ത് വെക്കുന്നതായിരുന്നില്ല ഇതിലും ഭേദം. ആൻഡ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇന്നത്തെ കാലത്ത് സിനിമ നന്നാവണം അല്ലെങ്കിൽ സിനിമ ക്വാളിറ്റി ഉള്ള പടമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ രണ്ട് മലയാളികൾ തമ്മിൽ ഇംഗ്ലീഷിലിരുന്ന് കഥാപ്രസംഗം നടത്തും? ഇംഗ്ലീഷിൽ 4 ഡയലോഗ് വന്ന സിനിമയുടെ ക്വാളിറ്റി കൂടുമോ? മുങ്ങി തവിട് പൊടിയായിട്ടുള്ള ഒരു കപ്പല്, അതിന് പെയിന്റ് അടിക്കണം, അത് ക്വാളിറ്റി പെയിന്റ് തന്നെ അടിക്കണം. ഇംഗ്ലീഷിൽ കഥാപ്രസംഗം. സോ എനിക്ക് ഈ സിനിമ പറ്റ അപരാധമായിട്ടാണ് തോന്നിയത്. ആൻഡ് ഇതിൽ നമ്മുടെ നായകന് ഈ മറ്റേ നൈറ്റ് മേഴ്സ് ഉണ്ടാവും. ഈ രാത്രി ദുസ്വപ്നൊക്കെ കണ്ടുമ്പോ പേടിച്ച് മൂത്രം ഒഴിക്കുന്നൊക്കെ കാണാം. എന്നാൽ പ്രേതത്തിനെ നേരിൽ കണ്ടപ്പോ ഇവന് പ്രേമം. അപ്പൊ അവന് പേടിയും പൂടിയൊന്നും ഇല്ല, ഇത് അറിയാൻ ചോദിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് പ്രേതം വെള്ളസാരി ഉടുത്ത് വരുന്നു, പ്രേതം മറ്റേ കളർ ഡ്രസ്സിൽ വരുന്നു. ഇപ്പോഴത്തെ ഓരോ സ്കൂളിലെ യൂണിഫോം ഉണ്ടാവുമല്ലോ, ബുധനാഴ്ച ഇന്ന കളർ ഡ്രസ്സ്, വ്യാഴാഴ്ച ഇന്ന കളർ ഡ്രസ്സ്. അതേപോലെ കറുപ്പ് സാരി വരുന്നുണ്ട്, വെള്ളസാരി വരുന്നുണ്ട്. പ്രേതത്തിന്റെ അടുത്ത് പോലീസുകാരൻ പോയി പറയാണ്, പ്രേതം കൊല്ലാൻ വരുമ്പോ ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ്. 2 സല്യൂട്ടും കൂടി അടുപ്പിക്കായിരുന്നു. ഇതിൽ പോലീസുകാർക്ക് മര്യാദയ്ക്ക് പോലീസ് ഷൂ പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും ദാരിദ്ര്യമാണ് ഈ സിനിമ. 10 പൈസക്ക് കൊള്ളാത്ത പടം. ഇതൊക്കെ ആമസോൺ പ്രൈം എന്തിനാണ് എടുത്തത് പോലും എനിക്കറിയില്ല. ഇപ്പൊ ഇറങ്ങാത്ത OTT റിലീസ് ചെയ്യാത്ത പല സിനിമകൾ ഇതിലും ക്വാളിറ്റി ഉള്ള പടങ്ങളുണ്ട്. പറ്റ ശോകം. 10 പൈസക്കുള്ളത് പറയും. ഈ പ്രേതത്തിന്റെ പേക്കൂത്തൊക്കെ കാണുമ്പോൾ അറപ്പാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ വേണ്ടവർ കണ്ടു നോക്കാം. അരൂപി സിനിമ ഈ സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം.